പിന്നീട് അതേപോലെ ഒരു ഗജരൂപത്തെ സ്വീകരിക്കുന്നുമായ അതിൽ നിന്നുണ്ടായ ഗജമുഖാസുരൻ. ഇത്തരത്തിൽ അനേകം വ്യത്യസ്തങ്ങളായ സൈന്യങ്ങളും അസുര രൂപികളും ആവിർഭവിക്കുകയാണ്. വ്യാഘ്രം, അശ്വം, വരാഹം, ഗോമായു, ഇങ്ങനെ പല രൂപത്തിലും പല അസുരന്മാർ അവിടെ ആവിർഭവിക്കണമെന്നാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നീട് അവരെ തപസ്സിനായിട്ട് നിയോഗിക്കുകയാണ്. അപ്പോൾ ദേവന്മാർക്ക് പോലും ദേവത്വത്തെ ലഭിച്ചത് തപസ്സിന്റെ ഫലം കൊണ്ടാണ്. ലോകത്തിൽ എന്തു നേടാനും തപസ് കൂടിയേ തീരൂ എന്നൊക്കെ ഈ കശ്യപൻ തന്നെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാം തപസ്സിനായിട്ട് അയച്ചു എന്നും. അങ്ങനെയാണ് അതിൽ ഈ അസുരന്മാർ. അപ്പൊ ഈ കശ്യപന് മായയിലുണ്ടായ അസുരന്മാരിൽ പ്രധാനിയാണ് ശൂരപത്മൻ എന്ന് പറഞ്ഞു. അപ്പൊ അതികഠിനമായിട്ട് തപസ് ചെയ്തിട്ടാണ് പലരും അഭീഷ്ടങ്ങൾ നേടിയിട്ടുള്ളത്. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ മുൻപ് നടന്നിട്ടുള്ള ചില സംഭവങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കശ്യപൻ. കുൽസ്ഥൻ എന്ന ഒരു മഹാത്മാവ് തന്റെ തപശക്തി കൊണ്ടാണ് മരിച്ചുപോയ പുത്രിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ ജീവിപ്പിച്ചത് എന്നാണ്. അപ്പൊ ശിവഭജനം ചെയ്ത് നേടിയതായിട്ടുള്ള മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ചിട്ട് അസുരഗുരുവായിട്ടുള്ള ശുക്രനും തപസ് ചെയ്ത് അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ടാണ് ഈ ശുക്രൻ മൃതസഞ്ജീവനി വിദ്യയെ നേടിയത് എന്ന് ദേവീ ഭാഗവതത്തിലൊക്കെ പറയും. കാരണം വളരെ കാലം തപസ് ചെയ്ത ശുക്രന് ഭഗവാൻ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈയൊരു ആവശ്യം മൃതസഞ്ജീവനി വിദ്യയാണ് അങ്ങ് ചോദിക്കുന്നത്, അത് പ്രദാനം ചെയ്യണമെങ്കിൽ ഈ സാധാരണ രീതിയിലുള്ള തപസ് കൊണ്ടൊന്നും സാധ്യമല്ല. അപ്പൊ എന്താണ് വേണ്ടത് ശുക്രൻ ചോദിച്ചു. അപ്പൊ പറയാണ് ഭഗവാൻ, കണധൂമം ശ്വസിച്ചുകൊണ്ട് തപസ് ചെയ്യണം എന്നാണ്. അതും വിപരീതമായിട്ട്, നമ്മൾ സാധാരണ തപസ് അനുഷ്ഠിക്കുന്ന രീതി പോരാ, അതിന് വിപരീതമായിട്ട് വേണം. കണധൂമം ശ്വസിച്ചുകൊണ്ട് വേണം. അങ്ങനെ വളരെ വിചിത്രമായ ഒരു രീതി പറഞ്ഞു കൊടുക്കുകയാണ് ശുക്രന്. ശുക്രൻ എന്തു ചെയ്തു? അതിനും തയ്യാറായി എന്നാണ്. കണധൂമം എന്ന് പറഞ്ഞാൽ രൂക്ഷഗന്ധമുള്ള വസ്തുക്കളാണ്. അഗ്നിയിൽ ഈ ദ്രവ്യങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുക നമുക്ക് അസഹനീയമായിട്ട് തോന്നുന്നു. ഒരു ഉദാഹരണം, ഉണങ്ങിയ മുളക്, വറ്റൽ മുളക് ഒരെണ്ണം എടുത്തിട്ടാൽ മതി അടുപ്പില്, ആ പ്രദേശത്ത് പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് വളരെ അധികമാണെങ്കിലോ, വളരെയധികം അതാണ് ഈ കണധൂപം. രൂക്ഷഗന്ധമുള്ള വസ്തുക്കളെ പുകച്ച് ആ ധൂപം ഏറ്റുവാങ്ങിക്കൊണ്ട് തലകീഴായി തപസ് ചെയ്യുക. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ തപസ് ചെയ്തിട്ടാണ് ഒടുവിൽ അവിടെയും ഈ അസുരഗുരു പരാജയപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ മഹാദേവന് തോന്നി, ഇയാളെ പുറത്തുവിട്ട അപകടമാണ്, ഈ വിദ്യ ഇത് പകർന്നു കൊടുക്കേണ്ടി വരും. അപ്പൊ നന്ദികേശ്വരനോട് പറയുകയാണ് ആ ശുക്രനെ കൊണ്ടുവരുമെന്നാണ്. തപസ് ചെയ്യണ ശുക്രനെ അങ്ങനെ തന്നെ എടുത്ത് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ചു എന്നും ശിവപുരാണത്തിൽ ആണ് കുറച്ചുകൂടി ഈ കഥ വിസ്തരിക്കുക. അപ്പൊ പറയാണ്, ഈ ശുക്രനെ മുന്നിൽ കൊണ്ടുവച്ചതും ഭഗവാൻ എന്ത് ചെയ്തു? ഇയാളെ പുറത്തു നിർത്തിയാലല്ലേ കുഴപ്പമുള്ളൂ, ഇയാൾ തന്റെ ഉള്ളിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വിഴുങ്ങിയെന്നാണ്. അങ്ങനെ പക്ഷെ അവിടെയും ഈ മഹാദേവന്റെ ഉള്ളിൽ ചെന്നിട്ടും അയാൾ തപസ് ഇതാക്കിയിട്ടില്ല, തുടരുക തന്നെയാണ്. അപ്പൊ എന്തു വന്നാലും തന്റെ ലക്ഷ്യം കണ്ടെത്തിയേ തീരൂ, അല്ലാതെ പിന്തിരിയില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം അത് കണ്ടിട്ടാണ് ഒടുവിൽ പുറത്തു വരാൻ അനുമതി കൊടുത്തു. അങ്ങനെ ശുക്രമാർഗത്തിൽ കൂടിയിട്ട് പുറത്തു വന്നു. അന്ന് മുതലാണ് ശുക്രൻ എന്നറിയപ്പെടുന്നത്. അന്ന് മുതലാണ് ഈ അസുരഗുരുവായ ശുക്രനെ ഈ ഗ്രഹങ്ങളിൽ, ജ്യോതിഷത്തിൽ പറയുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹമായിട്ട് പറയുന്നത് ശുക്രനാണ്. കാര്യം അസുരന്മാരുടെ ഗുരുവാണെങ്കിലും ശുക്രനെ നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ശുക്രനെ കുറിച്ച് പറയുന്നതും ഒരു ശുഭത്തെ പ്രദാനം ചെയ്യുന്ന, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന, അതിന്റെ ദേവതയായിട്ട് ലക്ഷ്മിയെ പറയും. അപ്പൊ അന്ന് അങ്ങനെയുള്ള വരങ്ങളൊക്കെ നേടിയ ശുക്രൻ മൃതസഞ്ജീവനി വിദ്യ നേടി. അപ്പൊ തപസ്സുകൊണ്ടാണ് ഏതൊന്നും സാധ്യമാവുക.
മാർക്കണ്ഡേയന് മൃഗണ്ടു, ആ മൃഗണ്ടു മാർക്കണ്ഡേയനെ പുനരുജ്ജീവിപ്പിച്ചതും തപസ് നേടിയിട്ടാണ്. ആ മാർക്കണ്ഡേയനും അതേപോലെ തന്നെ മൃത്യുവിനെ പരാജിതനാക്കി എന്നുള്ളൊരു കഥ പ്രസിദ്ധമാണ്. അത് ചിലയിടങ്ങളിലൊക്കെ പരാമർശിച്ച് കാണാം. നമുക്കും ഇങ്ങനെ പറഞ്ഞു കേട്ട് തലമുറയായി കൈമാറി പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയാണ് മാർക്കണ്ഡേയൻ ജനിച്ച സമയത്ത് അല്പായുസായിരുന്നു എന്നും ഒരു 12 വയസ്സ് വരെയോ അത്ര മാത്രമേ ആയുസുള്ളൂ എന്ന് അറിയുന്ന ആ മാതാപിതാക്കൾക്ക് വലിയ സങ്കടമായി എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ശിവഭജനമാണ് ചെയ്യാൻ ആരംഭിച്ചത് എന്നും പറഞ്ഞതുപോലെ ആ നിശ്ചിത കാലയളവ് പൂർത്തിയായതോടുകൂടി ആ യമൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നു, അന്തകൻ. അപ്പൊ ആ സമയത്ത് തന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന് കണ്ടിട്ടാണ് മാർക്കണ്ഡേയൻ ശ്രീപരമേശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ആ ഭഗവാന്റെ വിഗ്രഹത്തെ ആലിംഗനം ചെയ്തു എന്നും ഒക്കെയുള്ളൊരു കഥ. അപ്പൊ ഇവിടെ മാർക്കണ്ഡേയനാവട്ടെ മൃത്യുവിനെ പരാജിതനാക്കിയ ആളാണ്, അമരത്വം നേടിയ ആളാണ് മാർക്കണ്ഡേയൻ. ഭാഗവതത്തിൽ ഏറ്റവും ഒടുവിൽ ഈ കഥ വരുന്നുണ്ട്, മാർക്കണ്ഡേയൻ അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് പാർവതി പരമേശ്വരന്മാർ. അപ്പൊ അതുകൊണ്ട് തപസ് ചെയ്യൂ എന്ന് ഈ തന്റെ പുത്രന്മാര് ശൂരപത്മാദികളോട് ഈ പിതാവായിട്ടുള്ള കശ്യപൻ പറയുകയാണ്. അതുപോലെ തന്നെ അമ്മ മായയും അത് തന്നെയാണ്. അപ്പോൾ അമ്മ വീണ്ടും ഈ അച്ഛൻ എന്തൊക്കെയാണോ, കശ്യപൻ എന്തൊക്കെയാണോ പറഞ്ഞത് അത് തന്നെ അമ്മ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഐശ്വര്യം, ആയുസ്, യശസ് ഇതൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അപ്പൊ ഭൂമിയില് ഒരു ഇടം, ഒരു മഹത്തായ ഇടം, ഒരു ദ്വീപുണ്ട്, വടദ്വീപ് എന്നറിയപ്പെടുന്ന. അവിടെ ചെന്ന് ആ ശ്രീപരമേശ്വരനെ നിങ്ങൾ തപസ് ചെയ്യണം. അങ്ങനെ തപസ് ചെയ്ത് ഭഗവത് ദർശനം നേടുക, വരങ്ങളെ നേടുക. അപ്പൊ അതിനുവേണ്ടി ഏതൊക്കെ രീതിയിലാണ് ഭജനം ചെയ്യേണ്ടത്, മന്ത്രദീക്ഷയൊക്കെ കൊടുത്തു അവിടുന്ന് പറഞ്ഞയച്ചു എന്നാണ്. അപ്പൊ ഈ ശൂരപത്മാദികൾ തപസ്സിനായിട്ട് പുറപ്പെട്ടു. അത് കഴിഞ്ഞതോടെ ഈ പുത്രന്മാരുണ്ടായി. ഈ മായയ്ക്ക് കശ്യപനിൽ നിന്നും പുത്രന്മാരുണ്ടായി. അവരൊക്കെ തപസ്സിനായിട്ട് പോയി. അതിനുശേഷം ഈ മായ അവിടുന്ന് അന്തർധാനം ചെയ്തു. അപ്പൊ കശ്യപന് വലിയ സങ്കടമായി എന്നാണ്. തന്റെ പത്നിയെ കാണാതെ കശ്യപൻ വിഷമിക്കുകയാണ് ഈ മായയെ കാണാതെ. അപ്പോഴാണ് ബ്രഹ്മാവ് അവിടെ ആവിർഭവിക്കുകയും ചോദിക്കുകയാണ് കശ്യപനോട്, താങ്കൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? താങ്കൾ ചെയ്യുന്ന ഉപാസന ദുഃഖങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ ചില വിപരീത അനുഭവങ്ങൾ ഉണ്ടാവും, വന്നു ചേരും എന്നാണ്, അപ്രതീക്ഷിതമായിട്ട്. നമ്മൾ മനഃപൂർവ്വം ആവില്ല, അതിങ്ങനെ യാദൃച്ഛികമായിട്ട് സംഭവിക്കേണ്ടതാവും. അതുപോലെ കരുതിയാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ആശ്വസിപ്പിക്കുകയും അവിടുന്ന് മടങ്ങുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ശൂരപത്മാസുരൻ തന്റെ സഹോദരങ്ങളോടുകൂടി തപസ്സിന് പുറപ്പെട്ടു. അസുരഗുരുവായിട്ടുള്ള ശുക്രനെ കണ്ടു. അവരെ അനുഗ്രഹിച്ചു. അവർക്ക് ഈ ഗുരുനാഥനും ശിവ ഉപാസനയ്ക്ക് വേണ്ടതായിട്ടുള്ള മന്ത്രദീക്ഷയൊക്കെ കൊടുത്തു. എന്നിട്ടാണ് തപസ് ചെയ്യാനായിട്ട് ഉള്ള ഒരിടം തയ്യാറാക്കി. അവിടെ ഹോമകുണ്ഡമൊക്കെ തയ്യാറാക്കി. തപസ്സിന് ഒരു തരത്തിലുള്ള ഭംഗം വരാതിരിക്കാൻ വേണ്ടി കാവലിന് വേണ്ടിയിട്ട് ഭടന്മാരെ നിയോഗിച്ചു. ദ്രവ്യങ്ങൾ, അഗ്നിയിൽ ആഹൂതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമിത്തുകളൊക്കെ സംഭരിച്ചു കൊണ്ടുവന്നു. എരിക്ക്, പിളാശ്, അതുപോലെ തന്നെ മറ്റ് ചമതകൾ, കൂടാതെ മറ്റു പല വ്യഞ്ജനങ്ങളും എന്നാണ്. ഇപ്പൊ കടുക്, എള്ള്, ഉഴുന്ന്, ഇങ്ങനെയുള്ള ധാന്യങ്ങൾ, ഒരു രക്തം, മൃഗങ്ങളുടെ മാംസവും രക്തവും ഒക്കെ, ഇതൊക്കെ അഗ്നിയിൽ ആഹൂതി ചെയ്യുന്നു എന്നാണ്. അങ്ങനെയുള്ളൊരു തമോഗുണപ്രധാനമായിട്ടൊരു ആരാധനയാണ്